എനിക്ക് ആദ്യം അനുസരണ പഠിക്കുക എന്നുള്ള ആദ്യം സത്യം വായിക്കാമെങ്കിൽ അവള് എനിക്ക് വായിക്കാൻ അറിയാം. വായിച്ചത് അല്ല മോഹൻലാൽ ലാൽ സാർ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പുസ്തകം. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് നീ അത് എടുത്തത്. ചുമ്മാ കള്ളം പറയരുത്. നമ്മളന്ന് മേടിച്ചു കൊടുത്ത ഒരു അബദ്ധമാണ് ഡ്രാക്കുള. ദീപക് ചോപ്രയുടെ ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്. ഞാൻ പറഞ്ഞ ശരി. ഞാൻ ടൈംലെസ്. നിനക്കറിയാം ആരൊക്കെയാണ്? നമ്മുടെ പിസയുടെ ഡയറക്ടർ കാർത്തിക് സുബരാജ്, പിന്നെ നമ്മുടെ അനൂപ് സത്യൻ. പുസ്തകത്തിനെ പുറത്ത് വെച്ചെന്ന് പറഞ്ഞ അളവിലും ട്രോള് പിന്നെ ആഹാര സാധനമാണ് എല്ലാത്തിനും മേലുള്ളത്. സ്വകാര്യമായ മുറിയാണ് അവിടെ. നിനക്ക് വായിക്കാൻ ആരും കാണുന്നില്ല. എല്ലാവരും കണ്ണടച്ചു. എന്താ അത് വായിച്ചു. എന്റെ തൊട്ടടുത്ത മേശയുടെ സമീപം അവൻ. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്, ഞങ്ങളെ ഈ ബുക്ക് ഷെൽഫിലെ പുസ്തകങ്ങളെല്ലാം എടുത്ത് താഴെ വെക്കുക, അടുക്കി വെക്കുക. പുസ്തകങ്ങൾ തൊടാൻ താല്പര്യമില്ലാത്ത മൂന്നെണ്ണത്തെ ഒരാളുണ്ട്. അവനെ കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ പുസ്തകം അടുക്കി വെക്കാൻ പോവാം. എന്ത് പറയുന്നു? മുഴുവൻ പൊടിയാ. നമുക്ക് എന്തായാലും പൊടിയൊക്കെ തട്ടി പുസ്തകമൊക്കെ അതിന്റെ ഒരു ഓർഡറിലൊക്കെ. മാത്രമല്ല ഓർഡറും തെറ്റാണ്. മഹാഭാരതത്തിനകത്ത് ഡ്രാക്കുള ഇരിക്കുന്നു. മഹാഭാരതത്തിനകത്ത് ഡ്രാക്കുള ഇരുന്നാൽ അത് നീ തൊട്ടില്ല. എടുത്ത് ഇവിടെ നീ അടുക്കി എടുത്ത് വെച്ചതല്ലേ. എന്തായാലും നമുക്ക് സമയം കളയണ്ട. നമുക്ക് ശരി തുടങ്ങാം. പുസ്തകം എല്ലാം എടുത്ത് ഇവിടെ വെക്കാം. ഇതാ ഞാൻ എടുത്ത് എല്ലാം എടുത്ത് മേശപ്പുറത്ത് ലാപ്പിന്റെ പുറത്തെടുത്ത് വെക്കരുത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ പുണ്യപ്രവർത്തി അല്ലേ. പൊടി തട്ടണം. അഭിരാമി വായിച്ച അയാമല്ല. അഭിരാമി ആകെ ഒരു പുസ്തകത്തെ വായിച്ചിട്ടുള്ള അയാമല്ലയാ അല്ലേ. മഹാഭാരത ഇത് DC ബുക്സ് പുറത്തിറക്കിയാണ്. മഹാഭാരത കഥ എന്ന് പറഞ്ഞിട്ട് 6 വോളിയൂംസ് ആയിട്ട്. ഇത് 6 വോളിയുമാണിത്. ഇതിനകത്ത് 6 വോളിയത്തിലെ മഹാഭാരത കഥകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒത്തന്റിക് ആയിട്ട് പറയുന്നുണ്ട്. വേർഷൻസും ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ രണ്ടും ഒരുപോലെ തന്നെയാണ്. അത് വേർഷൻസ് അല്ല. ഇപ്പം രണ്ടാം ഊഴം എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, MD സാറിന്റെ നോവല്. രണ്ടാം ഊഴത്തിനകത്ത് ഭീമന്റെ കാഴ്ചപ്പാടിലൂടെ മഹാഭാരതം പറഞ്ഞാണ്. ദുര്യോധനന്, കർണന്, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഓരോരുത്തരും. ആനന്ദ് നീലകണ്ഠൻ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനാണ് ഈ ദുര്യോധനനെ കർണനൊക്കെ എഴുതിയത്. പക്ഷെ അത് ഭയങ്കര രസമാണ്. കർണൻ രാവണൻ. കർണൻ എഴുതിയ എനിക്കൊന്നു ശിവജി സാവന്താണ്. അപ്പൊ ഇവരൊക്കെ അവരുടെ ഓരോ കഥാപാത്രങ്ങളുടെ വേർഷനിലാണ് ഇത് പറയുന്നത്. അത് വ്യാസൻ മഹാഭാരതത്തിൽ കൃത്യമായിട്ട് ചെയ്തു വെച്ചെന്ന് പറയുന്നത് കുറെ ലൂപ്പ് ഹോൾസ് ഒക്കെ ഇട്ടിട്ട് ആർക്കും മഹാഭാരതത്തെ അവരുടെ ആംഗിളിലൂടെ വായിക്കാൻ പറ്റും. അത് അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത ബ്രില്യൻസി ആയിരുന്നു. സീത വായിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വേറെ ശിവ അങ്ങനെ കുറെ സീരീസ് ഇല്ലേ ഇതിന്റെ? നീയുണ്ട് പുസ്തകങ്ങളെ. ഞാനതെല്ലാം ഹരിപ്പോട്ടന് ഒരു ബുക്കേ ഉള്ളൂ. ബാക്കി ബുക്ക് മേടിക്കണം എന്നുണ്ട്. ഹരിപ്പോട്ടന്റെ എത്ര സീനുണ്ട്? ഇത് പറഞ്ഞേ ഉള്ളൂ. സീക്രട്സ് എല്ലാം ഇത് ശരിക്കും ഒരു ബുക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് 12th മുംബൈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലെ ഒരു കാറ്റലോഗാണ് ഈ പുസ്തകം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിനക്കറിയാവോ ഇത്? നമ്മുടെ സിനിമ അതെ, ഞാൻ ആദ്യം ചെയ്ത ഒരു ഷോർട്ട് ഫിലിം സൈലന്റ് കളേഴ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്. ആ സൈലന്റ് കളേഴ്സ് അഭിരാമിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇവിടെ കാറ്റലോഗ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് വളരെ ചർച്ച ചെയ്യപ്പെട്ടൊരു മിഫ് എന്ന് പറഞ്ഞ വലിയൊരു ഫെസ്റ്റിവലാണ്, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലാണ്. ആ വർഷം തന്നെയാണ് പല പ്രശസ്തരായ ഫിലിം മേക്കേഴ്സും വന്നത്. നിനക്കറിയാം ആരൊക്കെയാണ്? നമ്മുടെ പിസയുടെ ഡയറക്ടർ കാർത്തിക് സുബരാജ്, പിന്നെ നമ്മുടെ അനൂപ് സത്യൻ, സജീവ് പാഴൂര്, സജിൻ ബാബു. ഇവരൊക്കെ അവരുടെ ഷോർട്ട് ഫിലിമായിട്ട് ആ വർഷം എത്തിയ ഒരു വർഷമായിരുന്നു നമ്മുടെ ഷോർട്ട് ഫിലിം സെലക്ട് ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഒരു കാറ്റലോഗ് ഇപ്പോഴും ഞാനിങ്ങനെ റെഫറൻസ് ആയിട്ട് മുഖം കണ്ടോ? ഒന്നുകൂടി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പൊ അത് ഞാനിങ്ങനെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇത് കണ്ടിട്ട് എല്ലാവരും വരും. ഓരോ ദിവസം നമ്മുടെ ഓരോ പുസ്തകം. ഈ അടുത്തിടെ ഞങ്ങളുടെ എന്റെ ചങ്ങായി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഒരുപാട് പേര് പുസ്തകം എടുത്തോണ്ട് പോയിട്ടുണ്ടോ? പക്ഷെ ഒന്നും തിരിച്ചു കൊണ്ട് തരത്തില്ല. ഇത് കണ്ടില്ലേ?
ഐവറി ത്രോൺ, ദന്തസിംഹാസനം, മനുവസ് പിള്ളയുടെ പുസ്തകമാണ്. നല്ല പുസ്തകമാണ്. ഇത് ഒരുപാട് കോൺട്രവേഴ്സി ആയതാണ്, അറിയാം. ഇത് വായിക്കുമ്പോൾ നമ്മൾ രാജകൊട്ടാരത്തെ കുറിച്ചുള്ള ചില കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കേട്ടതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു കോൺട്രാഡിക്ഷൻ ആയിട്ട് തോന്നും. നല്ല പുസ്തകമാണ് ഇത്. നമ്മളെ ഇങ്ങനെ പുസ്തകത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാലും തിരിച്ചടുക്കാൻ പറ്റത്തില്ല. പുസ്തകങ്ങള് ഇവരുടെ പുസ്തകം ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര ടൈം മെഷീൻ അല്ലേ? ഇതുപോലത്തെ ഒരുപാട് പുസ്തകം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇതേ ശാന്താറാം. ഇത് ശരിക്കും ബോംബെ ഒരു കഥാപാത്രമാക്കിയ ഒരു കള്ളന്റെ ജീവചരിത പുള്ളിയുടെ ആത്മാംശങ്ങളെ ചേർത്ത് എഴുതിയ പുസ്തകം. അതിഗംഭീര പുസ്തകമാണ് ഇത്. ഇത് വായിക്കണം കേട്ടോ. സത്യം പറഞ്ഞത് മലയാളം വായിക്കാൻ അറിയാം? എനിക്കറിയാം. എന്നാ നീ ഒരു അല്ല എനിക്കറിയാം. നീ എന്നാൽ ഇത് രണ്ടാം മൂഴത്തിന്റെ ഒരു ഭാഗം അല്ല, ഇത് വായിച്ചേ. വേണ്ട, എനിക്കറിയാം. വായിച്ചേ ഒന്ന്. വേണ്ട, കുഴപ്പമില്ല. വായിച്ചേ പിന്നെ വായിച്ചോളാം. ഇത് അല്ല ഒരൊറ്റ എനിക്ക് വേണ്ട, എനിക്ക് നാണക്കേടാണോ? ആദ്യം അനുസരണ പഠിക്കുക എന്നുള്ള, ആദ്യം സത്യം വായിക്കാൻ അവള് എനിക്ക് വായിക്കാൻ അറിയാം. വായിച്ചു ഇരുന്ന് വായിക്കേണ്ട പുസ്തകം. ഇരുന്നോണ്ടല്ലോ, നിന്നോണ്ട് വായിച്ചാൽ മതി. ഇത് വായിച്ചു പ്ലീസ്. എന്റെ ഒരു ആഗ്രഹം. മലയാളം വായിക്കാൻ അറിയില്ല. എന്നാന്ന് വായിക്കടാ, മിക്കി വായിച്ചാ മതി. വായിച്ചേ. എടാ 10-24-25 വയസ്സുള്ള എടാ വായിച്ചേ. നീ വായിക്കാൻ വിടത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രഖ്യാപിക്കും സത്യക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലെന്ന്. എനിക്ക് വായിക്കാൻ വായിച്ചു. നിനക്ക് അറിയാവുന്ന ഭാഷ വായിച്ചാൽ എനിക്ക് വായിക്കാൻ അറിയാം. മോശമാണ്, നമുക്ക് കട്ട് ചെയ്യാം. വായിക്കടാ. വായിച്ചേ. വേണ്ട, വായിച്ചേ. ഇല്ല, എനിക്ക് വായിക്കാൻ അറിയാം. നീ ചലഞ്ച് വായിച്ചേ. പതിവ് സമയത്ത് അവൾ ലിയോപോൾസിലേക്ക് നടന്നു കയറി. സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിന് എന്റെ തൊട്ടടുത്ത മേശയുടെ സമീപം അവൾ നിന്നപ്പോൾ അവളുടെ പച്ച കണ്ണുകളിലെ തിളക്കത്തിന്റെ എനിക്കറിയാം വായിക്കാൻ. പൊതുവായിട്ടത് വായിക്കാറില്ല. മാതൃഭാഷ അറിയത്തില്ലെങ്കിൽ ലോകത്ത് എവിടെ പോയാലും അതിനോട് ഒരു കാര്യമില്ല. എനിക്കറിയാം, പക്ഷെ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് വായിക്കാറില്ല. പബ്ലിക്കായിട്ടല്ല, ഇത് നമ്മുടെ സ്വകാര്യമായ മുറിയാണ്. അവിടെ നിനക്ക് വായിക്കാം. ആരും കാണുന്നില്ല. എല്ലാവരും കണ്ണടച്ചു. എന്നാ അത് വായിച്ചു. എടാ നീയെങ്കിലും വായിക്കടാ. എന്റെ ആ മാനം രക്ഷിക്കടാ. എന്നാ നീ വായിച്ചു. നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പുസ്തകം വായിച്ചാണ്ട്. മരുഭൂമികൾ ഉണ്ടാകും. വായിക്കാൻ അറിയാം, പക്ഷെ ഇപ്പൊ ഇവിടെ ആനന്ദിന്റെ പുസ്തകമാണ്. മോശമാണെ കട്ട് ചെയ്ത് കളയും. വേണ്ട, നമ്മളൊരാളെ എന്താ നിർബന്ധിക്കാൻ? നീ വായിച്ചില്ലേ? വെരി ഗുഡ്, അത് മതി. സത്യജമ്മി. വായിക്കാൻ അറിയത്തില്ല. മലയാളം വായിക്കാൻ അറിയത്തില്ല. മലയാളം വായിക്കാൻ അറിയെങ്കിൽ നീ ഒന്ന് വായിച്ചു. സത്യ പ്രേമലേഖനം നിനക്ക് പറ്റിയ പുസ്തകമാണ്. ഇതൊന്ന് വായിക്കുക. പ്രേമലേഖനം വായിച്ചു. എനിക്ക് വായിക്കാൻ അറിയാം, പക്ഷേ ഇത്രയും പേർ മുന്നിൽ അങ്ങനെ പബ്ലിക്കായിട്ട് ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനെ നീ ഇത് പബ്ലിക്കായിട്ട് ക്ലാസ് എടുക്കാൻ പോകും, പ്രസംഗിക്കാൻ പോകും. എടുക്കുന്നതൊക്കെ വേറെ അല്ലേ? ലൈക്ക് അത് ഡിഫറെന്റ് ആണ്. എഴുതും, പക്ഷെ വായിക്കാറില്ല ഇതുവരെ. അങ്ങനെ നോക്കി വായിച്ചിട്ടില്ല ഇതുവരെ പബ്ലിക്കായിട്ട്. അതുകൊണ്ടല്ലേ വായിച്ചിട്ടില്ല. ഞാൻ എങ്ങാനോ ഇച്ചിരി എങ്കിലും തെറ്റില്ല വരുത്തി അത് കട്ട് ചെയ്തിടും. അതിനേക്കാളും വേറെ വായിക്കാതിരിക്കുന്നത് അത് സ്വാഭാവികമാണ്. പുസ്തകം അയ്യോ ഡൂക്കിന്റെ പുറത്ത്. സോറി അവൻ താഴിട്ടാ അവനെ. എടാ കിടക്കുന്ന കിടപ്പ് കണ്ടോടാ. പുസ്തകങ്ങൾ ഡാവിഞ്ചി കോഡ് നീ വായിച്ചില്ലേ? അതെങ്കിലും വായിക്കണം. നീ അതിന് ഇംഗ്ലീഷ് വായിച്ചതല്ലേ? ഡാവിഞ്ചി കോഡ് ഞാൻ വായിച്ചതാണ്. അതിന്റെ സിനിമ കണ്ടല്ലേ? ആണെന്ന് തോന്നുന്നു. അത് അവരെ ആദ്യം നമ്മള് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇംഗ്ലീഷ് മലയാളം നമ്മ വന്നു ഐസ്ക്രീം കൊണ്ട് വന്നു തോന്നുന്നു. തുറന്നു
ഇറങ്ങി പോകരുത്, ഇപ്പൊ ഇറങ്ങി പോകത്തില്ല. നീ പോകാടുക, അപ്പൊ നിന്റെ ഫുഡും പോകും. ഓ എനിക്ക് വേണ്ട, ഞാൻ കഴിക്കത്തില്ല. ഇത് വെറുതെ ജങ്ക് ഫുഡ്സ് ഐസ്ക്രീം ഒക്കെ ഞാൻ കഴിച്ചോളാം. അച്ഛൻ്റെ കഴിക്കുന്നോ? ഒരു കയറി വരൂ, പുസ്തകത്തിന്റെ പുറത്ത് കയറൂ. ചിത്രയുടെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം അമ്മയുടെ ഐസ്ക്രീം അല്ല നമ്മൾ മേടിച്ചത്. തുമ്മുന്നവന് പൊടി. ഒന്നി കയറൂ അല്ലെങ്കിൽ ഇറങ്ങൂ. നീ പോവാണോ? പോട്ട് 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 ശരി. തൂക്കും പോയി. എടാ എനിക്ക് കുറച്ച് വെള്ളം മതി, ഞാൻ ഇട്ട് തരാം. പുസ്തകത്തിനെ പുറത്ത് വെച്ചെന്ന് പറഞ്ഞ അളവിലും ട്രോള് പോലും. പിന്നെ ആഹാര സാധനമാണ് എല്ലാത്തിനും മേളിൽ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ വെള്ളം എടാ, വെള്ളം പ്യുവർ വെള്ളം കുടിക്കണം. നമ്മൾ ആവശ്യമില്ലാതെ ഈ എന്തെങ്കിലും കോപ്പർ ഗ്ലാസ്സിലാണ് വെള്ളം കുടിക്കേണ്ടത്. ശരിക്കും കോപ്പർ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ച് ഒരു രാത്രിയിൽ വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം കുടിക്കണമെന്നാണ് പറഞ്ഞത്. വെറും വൈറ്റ് കോപ്പർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കണമെന്ന് ഞാൻ സദ്ഗുരുവിന്റെ വീഡിയോസ് ഒക്കെ കണ്ടുപിടിച്ച. എന്തുകൊണ്ടാ? സത്യം പറയാമല്ലോ, എന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല. പലരും പല രീതിയിൽ പറയുന്നു. കോപ്പർ ശരീരത്തിൽ നല്ല എന്ന് പറയുന്നു, ചിലർ പറയുന്നു ഓവറായിട്ട് കോപ്പർ ചെയ്യുന്ന ചീത്തയാണെന്ന് പറയുന്നു. ബഷീറിന്റെ ആദ്യ കൃതികളിൽ ഒന്നാണ് ബാല്യകാല സഖി എന്ന ചെറു നോവലിന്റെ. പറ്റുന്നില്ലല്ലേ? എനിക്ക് വായിക്കുന്നുണ്ട്. വായിച്ചേ എന്താ ഈ സമയത്ത് ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത സമയത്ത് അവൻ വായിച്ചു നോക്കുവായിരുന്നു. വായിക്കേ. ബഷീറിന്റെ ആദ്യ കൃതികളിൽ ഒന്നാണ് ബാല്യകാല സഖി എന്ന ചെറു നോവലിന്റെ അവതാരികയിൽ. എനിക്ക് വായിക്കാൻ അറിയാം. അപ്പൊ തുടങ്ങാം. നല്ലതായിരുന്നു. ഓക്കെ, ഞാൻ എടുത്തു തരാം. നേരത്തെ ചെയ്ത പോലെ തന്നെ മഹാഭാരതത്തിന്റെ കണ്ണശരാമായണമാണ്. കണ്ണശരാമായണം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഈ കണ്ണശൻ എഴുത്തച്ഛന്റെ ഗുരുവാണെന്നാണ് പറയുന്നത്. കണ്ണശ കവികൾ നമ്മുടെ നാട്ടിലാണ്. അദ്ദേഹത്തിന്റെ നിരണത്ത് രാമൻ പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ കണ്ണശരാമായണമാണ്. ഇത് പുസ്തകം എനിക്ക് ഹരീഷ് തന്നതാണിത്. അത് വെക്ക്. പിന്നെ ഇത് ശ്രീമദ് ഭഗവത്ഗീതയുടെ ശ്രീ പ്രകാശാനന്ദ സ്വാമികള് അതിന്റെ ഭാഷ്യം എഴുതിയതാണ്, നല്ലതാണത്. പിന്നെ വേറൊരു മഹാഭാരതം. ഇതും ഇത് ഒരു സ്പിരിച്വൽ ബുക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യണോ അതോ? അല്ല, നമ്മളിപ്പോ ഒരു വലിയൊരു കുറെ ടാസ്ക് നമുക്കുണ്ടെങ്കിൽ ഏറ്റവും പാടുള്ള ടാസ്ക് ഏറ്റവും ആദ്യം കഴിക്കുന്ന സെൻസ് ഈറ്റ് ദ അഗ്ലി ഫ്രോഗ് എന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് ശരിയാണത്. നീ വായിച്ചിട്ടുണ്ടോ രമി? നല്ല പുസ്തകം വായിച്ചിട്ടുണ്ട്. പച്ചാമഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞു. പച്ചാമഞ്ഞ ചുവപ്പ് നല്ല പുസ്തകം, ഒരു ട്രെയിൻ ട്രാജഡി സംഭവമായിട്ടുള്ളത്. എന്തേ പുസ്തകം കണ്ട് ഞാൻ എവിടെ പോയാലും കൊണ്ടുപോയിരുന്നു വായിക്കാൻ. വായിച്ചത് ഫോർ മീനിങ് ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണേ ഇപ്പം. ഇത് ഭയങ്കര നല്ല പുസ്തകമാണ് ഇത്. പക്ഷെ ഇത് ഇന്നേ വരെ മൊത്തം വായിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു അതായത് നമ്മള് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഒരാള് ലൈക്ക് അകപ്പെട്ട ഒരാളുണ്ടായിരുന്നു. അപ്പൊ എന്നും ഒരു വിൻഡോയിൽ കൂടെ വെളിച്ചം വരും. അപ്പം ആ വെളിച്ചത്തിൽ കൂടെ അയാൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം അത് ഒരു സർവൈവറിന്റെ കഥയാണിത്. ഒന്ന് നോക്കണം കേട്ടോ, കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ്. ആചാരങ്ങളുടെ പേരിൽ ലൈംഗിക തൊഴിലാളികൾ എത്തപ്പെട്ട പെൺജീവിതങ്ങളിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞ അരുൺ എഴുത്തച്ഛൻ്റെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം മനോരമ വർക്ക് ചെയ്താണ്. അദ്ദേഹം മൈ ലൈഫ് പാർട്ണർ സിനിമയിൽ അദ്ദേഹം എനിക്ക് വേണ്ടി ഒരു റൈറ്റപ്പ് ഒക്കെ ആ സമയത്ത് എഴുതിയാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്, വളരെ നല്ലൊരു പുസ്തകമാണിത്. വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ, അരുൺ എഴുത്തച്ഛൻ്റെ. വായിച്ചു നോക്കണം, നല്ല പുസ്തകമാണ് ഇത്.
ലോഹിതന്റെ സമ്പൂർണ്ണ കൃതികളുണ്ടായിരുന്നു. ഒരിക്കൽ ലോഹിദാസ് സാർ ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്താണ് ആ പുസ്തകം. ഒരുപാട് നല്ല കുറെ 2-3 വോളിയം ഉണ്ടായിരുന്നു. ലോഹിദാസ് സാറിന്റെ ഈ തനിയാവർത്തനം മുതൽ നിവേദ്യം വരെ എന്നൊരു പുസ്തകത്തിനകത്ത് എന്റെ ഒരു റൈറ്റപ്പ് ഉണ്ട് ഇതിനകത്ത്. പല്ലിശ്ശേരി എന്ന് പറഞ്ഞ അദ്ദേഹം ലോഹിത് സാറിന്റെ മരണത്തിന് ശേഷം കുറച്ചു പേരുടെ അനുഭവങ്ങൾ എഴുതിയതാണ്. ഇപ്പൊ എന്റെയും ഒരു കുറിപ്പ് ഇതിനകത്തുണ്ട്. ഞാൻ വായിച്ചതാണ് പോൾ കലാനിധിയുടെ പ്രാണൻ വായുലലിയും. വായിച്ചല്ലോ, ഈ ഭീകര പുസ്തകമാണത് കേട്ടോ. പോൾ കലാനിധി എന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു എഴുത്താണ്. വെൻ ബ്രത്ത് ബിക്കംസ് എയർ. അവസാനം അദ്ദേഹത്തിന്റെ വൈഫാണ് ബാക്കി എഴുതിയത്. ഗംഭീര പുസ്തകമാണ് ഇത്. എനിക്കിത് ഇതിന്റെ പേര് കിട്ടിയത് ഡൂക്കെ ഞാനാ പറഞ്ഞത്. അല്ല മോഹൻലാൽ ലാൽ സാർ ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് പുസ്തകം. അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടാണ് നീ അത് എടുത്തത്. ചുമ്മാ കള്ളം പറയരുത്. ഇത് കണ്ടില്ലേ, പ്രാണൻ വായുലലിയും. ഈ പുസ്തകം വായിച്ചു നോക്കണം കേട്ടോ. കണ്ടോ എടാ ഇതാണ് പെണ്ണുങ്ങൾ എന്ന് പറയുന്ന അടുക്കും ചിട്ടയുള്ള ആൾക്കാർ. നിന്നെ പോലെ പൊട്ടന്മാരല്ല. പിടിക്കും. സിനിമയിലല്ലേ മാരിയോ പുസോയുടെ സിനിമ. ഇത് ഗംഭീര സംഭവമായിരുന്നു. പിന്നെ അഭിരാമിയുടെ വായന വളർത്താൻ വേണ്ടി ആദ്യ വായനയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ നല്ല പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണമെന്ന് കരുതി ഞാൻ മേടിച്ചു കൊടുത്ത ഒരു അബദ്ധമാണ് ഡ്രാക്കുള. ഒരു രാത്രി ഇവളത് കുറച്ച് വായിച്ചിട്ട് അന്ന് രാത്രിയല്ല പിന്നീട് വന്ന് ഒരു രാത്രികളിൽ അവൾ വൃത്തിയായിട്ട് ഉറങ്ങിയിട്ടില്ല. നടി നിന്റെ ഡ്രാക്കുള ബ്രാം സ്റ്റോക്കർ നീ വായിച്ചാണോ? അതിന്റെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ആ സമയത്തൊക്കെ ഭയങ്കര പേടിപ്പിക്കുന്ന സംഭവമായിരുന്നു. ഇന്ന് പേടിച്ച് ഇന്ന് ഭയങ്കര പേടിയുണ്ടോ? The richest man in Babylon. ഉണ്ടോ? അപ്പൊ ഒരെണ്ണം ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. 2 പുസ്തകം ഉണ്ട്, ഒരെണ്ണം പുസ്തകം ഇല്ലാത്ത ആർക്കെങ്കിലും കൊടുക്കാം. ഇല്ല ഒരെണ്ണേ ഉള്ളൂ. അതാണിത്. നീ എടുത്തു വെച്ചപ്പോ തോന്നിയായിരിക്കും. കാണിച്ച് അത് ഒരുമിച്ച് വെച്ചേക്കത്. ആ പുസ്തകം നമുക്ക് ഒരെണ്ണം 2 ഉള്ളത് ആർക്കെങ്കിലും കൊടുക്കാം. ഇത് പ്രത്യേകതയുണ്ട്. ഇത് ഈ പുസ്തകത്തിൽ ബേബി ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞ ഞാൻ ചിത്ര പ്രഗ്നന്റ് ആയ സമയത്ത് എങ്ങനെ കുട്ടിയെ വളർത്താമെന്ന് കരുതി മേടിച്ച പുസ്തകമാണിത്. പക്ഷെ പിന്നീട് മനസ്സിലായില്ലേ, മനസ്സിലായി ഈ പുസ്തകത്തിലൊക്കെ ഒരു കാര്യമില്ല. നമ്മളൊക്കെ തയ്യാറായാലും ഇതിനെയൊക്കെ വളർത്തിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. How to win friends and influence people. ഇത് വളരെ ഫേമസ് പുസ്തകമാണ്. ഇത് ഞാൻ വേറൊരു ടൈപ്പ് അല്ല അത് ഓൾഡ് എഡീഷൻ ആണ്. അത് ഈ റോഡ് സൈഡിൽ കിട്ടത്തില്ലേ പുസ്തകങ്ങള്. ഈ റോഡ് സൈഡിലൊക്കെ പുസ്തകങ്ങൾ വില കുറച്ച് കിട്ടത്തില്ലേ. ഈ വാങ്ങരുത്. ഇതാണ് ശരിക്കുമുള്ള ന്യൂ എഡീഷൻ. പക്ഷേ ഇത് പഴയ ഭാഷയാണിത്. നമുക്ക് വലിയ പാടാണ് ഇത് ഫോളോ ചെയ്യാൻ. നിങ്ങളെയൊക്കെ വായിച്ചു തുടങ്ങാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ഇതൊക്കെ. എന്താ ഇത് വായിച്ചു? ഇതെങ്കിലും വായിക്കും. തെന്നാലി രാമൻ കഥകൾ നീ വായിച്ചല്ലേ മോളെ? ഓർത്ത നീ വായിച്ചതാ. അന്ന് വാങ്ങിയതാണ്. ഇവരെ വായിപ്പിച്ചു തുടങ്ങാൻ. നിന്റെ ഓർമ്മയ്ക്ക് എന്താ പറയാ MD സാറിന്റെ ഇത്. എന്റെടാ നിന്നെ എന്തിനാടാ ഇത് ഏൽപ്പിച്ചത്? MD സാറിന്റെ നിന്റെ ഓർമ്മയ്ക്ക് ചെയ്തിട്ട് നീ എന്നെ കൂടെ നിന്നെ ഓർമ്മിപ്പിച്ചല്ലോടാ. ഇതാണ് എനിക്ക് ഞാനത് വായിച്ചത്. മലയാളം വായിച്ച ഇംഗ്ലീഷും വായിച്ച. ആൽക്കെമിസ്റ്റ് മലയാളം വായിച്ച് മനസ്സിലാകാത്തോണ്ട് ഇംഗ്ലീഷ് വായിച്ചു. പോലും എവിടെ മിക്കപ്പോഴും ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ പറയുന്ന ഇതാണ് എന്റെ പാസ്വേഡ്. എടാ ഞാൻ ഇതിന്റെ പാസ്വേഡ് നിന്റെ വീഡിയോ എടുക്കാൻ അല്ല, ഞാൻ എന്റെ പാസ്വേഡ് ലോകം മുഴുവൻ അയ്യോ എനിക്കറിയത്തില്ല. എല്ലാരും കേട്ടു. പാസ്വേഡ് ആണെന്നല്ല ഇവന്മാരെ ഇവളുമാരെ അവനവന്റെ ഇവിടെ ഈ വീട്ടിൽ രഹസ്യങ്ങൾ പാടില്ല. കാരണം എന്റെക്ക് സെറ്റ് ചെയ്യാൻ ടീംസ് ഒക്കെ കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ നേരത്തെ പാസ്വേഡ് മാറ്റണം എന്ന് പറഞ്ഞു. എന്തോ പാസ്വേഡ് എന്തോ
ടീം സെറ്റ് ചെയ്യാൻ നേരത്ത് പാസ്വേഡ് അതുകൊണ്ടല്ല പ്രായമാകും തോറും രഹസ്യങ്ങളുടെ കലവറകളുടെ രഹസ്യമില്ല. അഭിരാമി അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ? വാവ് സൂപ്പർ. കണ്ടില്ലേ ഡുക്കിന്റെ കാല് കണ്ടോ കിടക്കുന്നത്? ഇത് ഓർക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മളന്ന് വാങ്ങിച്ച പുസ്തകം ഇത്. ഏത്? പവർ മെഡിസി. ഓക്കേ. ഒരുപാട് എന്റെ അഭിരാമി കുട്ടി കണ്ടോ? എന്റെ അഭിരാമി കുട്ടി മടിയൻ. ഡൂക്കിന് ദേഷ്യം വരുന്നു. ഇടാ അവൻ തളർന്നിരുന്നു പുസ്തകം. ഞാനൊരു പത്തനംതിട്ട ഡോക്യുമെന്ററിയോട് ബന്ധപ്പെട്ട് കടമ്മനിട്ടക്കടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേര് സംസാരിച്ചു. കടമ്മനിട്ടയെ കുറിച്ച് നമ്മൾ കേട്ടതിനൊക്കെ അപ്പുറത്തേക്ക് സംസാരിച്ചപ്പോൾ മനോരമ ഇറക്കിയ ഒരു പുസ്തകമാണ്. കവിതയുടെ കനലാട്ടം എന്ന് പറയുന്ന കടമ്മനിട്ട സാറിനെ കുറിച്ചൊരു പുസ്തകമാണ്. ഗംഭീര പുസ്തകമാണ്. അപ്പം ഇത് KS രവികുമാർ എഴുതിയ പുസ്തകം. അപ്പോൾ ഒന്നുകൂടെ നോക്കണം. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അദ്ദേഹത്തെ കുറിച്ച്. വായിക്കണം സദ്യ. ദീപക് ചോപ്രയുടെ ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ടൈംലെസ് ബോഡി പറഞ്ഞു. ഈ പുസ്തകം ഭയങ്കര രസമാണ്. ഇതിന്റെ മലയാളമുണ്ട്. വാർദ്ധക്യ മേശാത്ത ശരീരം കാലാതീതമായ മനസ്സ്. ഇത് മലയാളം വേർഷനുണ്ട്. നല്ല പുസ്തകമാണ്. സദ്ഗുരുവിന്റെ എത്ര പുസ്തകം ഞാൻ വായിച്ച. ജലദോഷം പിടിച്ച് സദ്യക്ക് പൊടി പൊടി കമോൺ. സൈക്കോ, ഹിച്ച്കോക്കിന്റെ സൈക്കോ. ഇതോടെ ഞാൻ ഡൂക്ക് ബോയ്. ഇതോടെ ഞാൻ ഡൂത്ത് ബോയ്. ഇതോടെ ഞാൻ ഡൂത്ത് ബോയ്. ഡൂത്ത് ബോയ് നിനക്ക് പനി വെച്ചോടാ. നിച്ച് പനി വെച്ചോടാ. നിച്ച് പനി വെച്ചോടാ. ദൂത്തെ പുസ്തകം അടിക്കുന്നുണ്ടോ? ചേച്ചി അടിക്കിയത്. ചേട്ടായതുകൊണ്ട് മടിയൻ ചേട്ടായി. ഇതുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് പോയി കഴിക്കാം. മടിയാ ശരി, കമോൺ.